ഈ പണക്കാരനായ മനുഷ്യൻ ഇയാളുടെ മകൻ എന്താഗ്രഹിച്ചാലും അയാൾ വാങ്ങിക്കൊടുക്കും. പൈസ ഇല്ലെന്ന് പറയത്തേയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ആ കുട്ടിയുടെ സ്കൂൾ ടീച്ചർ പറയുകയാണ്, ഫീസ് അടയ്ക്കാത്തതിന് ഇവരെയെല്ലാം ഇന്ന് പുറത്താക്കും ക്ലാസ്സിൽ നിന്ന്. അപ്പം പറയുകയാണ്, എൻ്റെ അച്ഛൻ ഭയങ്കര ബിസിനസ്മാനാണ്, ഫീസ് അടയ്ക്കുന്ന കാര്യം തിരക്ക് കാരണം മറന്നു പോവുകയാണെന്ന് പറയുകയാണ്. അങ്ങനെ ഒരു ദിവസം അവൻ നോക്കുമ്പോൾ അവൻ്റെ അച്ഛൻ ഡ്രൈവർക്ക് പൈസ കൊടുത്തിട്ട് പെട്ടെന്ന് സ്കൂളിൽ നിന്ന് ഓടിപ്പോകുന്ന കണ്ടു. അതിനുശേഷം അവൻ അച്ഛനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഒരു ദിവസമാണ് കണ്ടത് അയാൾ ഡ്രസ്സ് മാറ്റി വർക്ക്ഷോപ്പിലോട്ട് പോകുന്നത്. അത് കൂടാതെ തന്നെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി അയാൾ സാധാരണ എല്ലാ പണികളും ചെയ്യുമായിരുന്നു. പിന്നെ അവൻ നേരിട്ട് അച്ഛനോട് ചോദിക്കുകയാണ്, അച്ഛനൊരു ബിസിനസ്സുകാരനല്ല എന്ന് എനിക്കറിയാം, സാധാരണക്കാരനാണ്, നമുക്കിനി സാധാരണ ജീവിതം തന്നെ. അങ്ങനെ അവർ സാധാരണക്കാരെ പോലെ ഒരു സാധാ ചേരിയിൽ താമസിക്കാൻ തുടങ്ങി. കൂടാതെ തന്നെ അവൻ വലിയ സ്കൂൾ വിട്ടിട്ട് സാധാ സർക്കാർ സ്കൂളിൽ പഠിക്കാനും തുടങ്ങി. ഒരു ദിവസം അവൻ കൂട്ടുകാർക്കൊപ്പം ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു. കളിക്കിടയിൽ അവർ തമ്മിലൊരു പ്രശ്നമുണ്ടായി. പെട്ടെന്ന് തന്നെ അവന്റെ അച്ഛൻ അങ്ങോട്ട് വന്നു. അവനോടുള്ള വൈരാഗ്യത്തിന് അവിടെ നിന്നൊരു കുട്ടി സ്റ്റമ്പ് എടുത്ത് അയാളുടെ തലയെ അടിക്കുകയും ചെയ്തു. ശേഷം അയാൾക്ക് പഴയ പോലൊന്നും ജോലി ശ്രദ്ധിക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. ഓർമ്മക്കുറവും വന്നിട്ടുണ്ടായിരുന്നു. പഴയ ജോലികളിൽ നിന്നെല്ലാം അയാളെ പിരിച്ചുവിടുകയും ചെയ്തു. എല്ലാം അവന്റെ മകൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ ചെയ്ത എല്ലാ ജോലികളും മകൻ പതിയെ പതിയെ ഏറ്റെടുക്കാൻ തുടങ്ങി. അങ്ങനെ അവൻ അച്ഛനൊരു വലിയ താങ്ങായി മാറി.